ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാട്ടോ, ചെക്കപ്പിന് പോവാണ്. ഇപ്പം എന്നെ കാണാൻ ശരിക്കും ഒരു തമിഴത്തെ ലുക്കിലേക്ക് ഗൈസ്, കുപ്പികളൊക്കെ ഇട്ട് മൂക്കൊക്കെ കുത്തി. മൂക്ക് കുത്തിയതല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് മൂക്കുത്തിയാണ് കേട്ടോ. ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. 1 മണിക്ക് എത്തണം. 1 മണിയാകുമ്പോഴേക്കും എത്തണം. ടോക്കൺ നമ്പർ 44 നേരത്തെ ബുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 1 മണിക്ക് എത്തണം. നമ്മളിവിടെ നിന്ന് 12 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. കീ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ വേണം ഇട്ടോളേ. ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും നമ്മൾ പിന്നീട് വരേണ്ട ടോക്കണൊക്കെ നമ്മൾ ബുക്ക് ചെയ്യും. അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. 44ാമത്തെ ടോക്കണാണ്. ഇതാണ് ഹോസ്പിറ്റൽ, ആലത്തൂരിലുള്ള CCA ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് അത്യാവശ്യം ലോങ് ആണ്, ഒരു 28-29 കിലോമീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ലോങ് ആണെങ്കിൽ പോലും നല്ല ഹോസ്പിറ്റലാണ്, നല്ല സൗകര്യമുണ്ട്. ഞാൻ കാണിക്കുന്ന ഡോക്ടർ അടിപൊളിയാണ്. അതേപോലെ ഫുഡ് അടിപൊളിയാണ് ക്യാൻറ്റീനത്തെ. അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ ബുക്കിംഗ് ചെയ്ത കാര്യം പറഞ്ഞാൽ ഒരു ടോക്കൺ നമ്പർ തരും കേട്ടോ. ഞാനിപ്പോൾ ടോയ്ലറ്റ് പോവാണ്, വാഷ്റൂമിൽ പോവാണ് ഗൈസ്. ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകണം. ഒരു 10,000 വട്ടമെങ്കിലും ഞാൻ വാഷ്റൂമിൽ പോവുകയും ചെയ്യും. അതേപോലെ തന്നെ വെള്ളവും കുടിക്കുകയും ചെയ്യും കേട്ടോ. വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അത് 10,000 വട്ടം എന്നൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കുറേ പ്രാവശ്യം ബാത്റൂം പോകും. ഇപ്പം അങ്ങനെ ഫസ്റ്റ് തന്നെ വാഷ്റൂമിൽ പോയ ശേഷം നമ്മൾ നേരെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, ടോക്കൺ നമ്പർ 30 വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. എൻ്റെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടെ. സ്റ്റെപ്പ് ഇറങ്ങിയാലോ? നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ടോക്കൺ നമ്പർ 47. നമ്മൾ ഫുഡ് കഴിക്കാനാണ് ഗൈസ് പോകണം. ഫുഡ് കഴിക്കാം, ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡ് കൊള്ളാം, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാനാണ് വന്നത്. അമലേട്ടൻ ഫുഡിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അമ്മ കൈ വാഷ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ള സീറ്റിൽ ഞാൻ ഫുഡും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലെ ഫുഡ് ഗൈസ് അടിപൊളി ഫുഡാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. ഓരോ കറി ആയിക്കോട്ടെ നല്ല ടേസ്റ്റാണ്, ജ്യൂസ് ആയിക്കോട്ടെ. ഇവിടെ എനിക്ക് അഡ്മിറ്റ് ആവാൻ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നല്ല നല്ല ഫുഡ് കഴിക്കാം. നല്ല ടേസ്റ്റോട് കൂടി ഹോംലി പോലത്തെ ഫുഡ് കഴിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. എല്ലാം അടിപൊളി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് ഞാനിങ്ങനെ അമലേട്ടടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ചോറാണ്. ചോറും സാമ്പാറൊക്കെയാണ്. ചിക്കൻ കറി ഉണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് മധുരത്തിനോടാണ്. ചോക്ലേറ്റ് ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അമലേട്ടൻ വാങ്ങിത്തരാം കേട്ടോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറുതാണ്. അങ്ങനെ ചോക്ലേറ്റ് കഴിച്ച് നമ്മൾ പോയപ്പോഴത്തേക്കും ഏകദേശം ടോക്കൺ നമ്പർ 35 ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഗൈസ് സമയം. ഞാൻ എന്തിനപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ BP കാര്യങ്ങളും അതുപോലെ വെയിറ്റ് ആയിക്കോട്ടെ എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. എനിക്ക് എപ്പോഴും BP ലോ പ്രശ്നമാണുള്ളത്. പക്ഷെ അന്ന് BP കുഴപ്പമില്ലായിരുന്നു. കാരണം നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ നമ്മൾ പോയത്. അത് മാത്രമല്ല, ഞാൻ 3 കിലോ വെയിറ്റ് കൂടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഇരിക്കുന്നത് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ പോകുന്നുമില്ല. കുറേ നേരം ഇരുന്ന് നടുവേദന വന്നു. സിനിമ കണ്ടിരിക്കാം. ഇതിനിടയിൽ കുറേ പ്രാവശ്യം ഞാൻ ബാത്റൂമിലോട്ട് പോയിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമലേട്ടൻ. അങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 38ാമത്തെ ടോക്കണൊക്കെ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളൂ. ഇനി സമയമുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയായി. അമലേട്ടൻ ഇങ്ങനെ തടവി തരും കേട്ടോ. അങ്ങനെ ഫൈനലി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡോക്ടറെ കാണിച്ചു. നമ്മൾ മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, നെക്സ്റ്റ് മന്ത് സ്കാനിങ് ഉണ്ട്, ഗ്രോത്ത് സ്കാൻ ഉണ്ട്, അതുപോലെ എക്കോ ടെസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അതിനൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.
പക്ഷെ എനിക്ക് വേറെ എക്സസൈസ് ചെയ്യാം അല്ലേ? പറ്റുന്ന പോലെ ചെയ്യാം. അപ്പൊ ഗൈസ് ഇന്ന് കാണിച്ച് മെയ് അടുത്തത് ജൂൺ 7 വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എക്കോ ടെസ്റ്റ് ഉണ്ട്, ഗ്രോത്ത് സ്കാൻ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തു. അപ്പോൾ ആ ഗ്രോത്ത് സ്കാനും ചെയ്യും, പിന്നെ ബ്ലഡ് ടെസ്റ്റും, ഇത്രയും ടെസ്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയുള്ളൂ. വീട്ടിൽ പോയിട്ട് അവർ ബാങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. PNB. ഞാനിവിടെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാറിലിരിക്കുകയാണ് ഗൈസ്. വീട്ടിൽ പോയിട്ടൊന്ന് കിടക്കണം, വയ്യ. നമുക്ക് ടോക്കൺ നമ്പർ 47 പക്ഷേ അറിയുന്നില്ല, കുറച്ചധികം ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് വീടെത്തിയിട്ട് കാണാം ഗൈസ്. വീടെത്തിയിട്ട് കാണാം. വാവ അനങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്റ്റെക്കായി നിൽക്കുന്ന പോലെയാണ്. എന്താണെന്നറിയില്ല ഗൈസ്. വീഡിയോ എടുക്കുന്നത് എങ്ങനെയോ അറിയുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ നേരം ഇരുന്നപ്പോൾ നടുവൊക്കെ നല്ല വേദന കൂടി. അങ്ങനെ വീടെത്തിയപ്പോഴെ തന്നെ സുഖമായിട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ. ഫ്രണ്ട് മൂക്കുത്തി അഴിച്ച് വെച്ചപ്പോൾ രസൂരം. മൂക്ക് സ്ഥിരമായി കുത്തായിരുന്നല്ലേ. മഞ്ഞ ഷർട്ട് കിട്ടിയിട്ട് മഞ്ഞ ഷർട്ട് അഴിക്കില്ല ഗൈസ്. അതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് 24 മണിക്കൂർ. അപ്പോൾ ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നൊരു വീഡിയോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ. അതിടും, അത് ഞാനിടും.